കാട്ടാന ഭീഷണിയിൽ മുൾമുനയിലാണ് ഇടുക്കി തൊടുപുഴയ്ക്ക് സമീപം കടവൂർ നിവാസികൾ. കേട്ടുകേൾവി പോലും ഇല്ലാതിരുന്ന കാട്ടാന ശല്യമാണ് ഇപ്പോൾ മേഖലയിൽ അനുഭവപ്പെടുന്നത്. കാട്ടാനക്കൂട്ടം എപ്പോൾ വേണമെങ്കിലും ഇറങ്ങുമെന്ന ഭയത്തിലാണ് ഇപ്പോൾ ജനക്കൂട്ടം. കടവൂരിൽ നിന്ന് ലാൽകൃഷ്ണൻ തത്സമയം ചേരുകയാണ്. ലാൽകൃഷ്ണ, യഥാർത്ഥത്തിൽ ഈ നമ്മൾ കാണുന്ന ഈ രണ്ട് ആനകൾ അത് തത്സമയമാണോ? പിന്നെ ആന അവിടെ ഇവിടെയൊക്കെ നിൽപ്പുണ്ടല്ലോ. ഇത് റെക്കോർഡ് ചെയ്തതാണല്ലേ? ഓക്കെ. ഇത്ര കൂടുതൽ ആനകൾ ഈ കടവൂരിലൊക്കെ വന്നിറങ്ങിയാൽ കടവൂരുകാരെന്ത് ചെയ്യും? കാട്ടിലേക്ക് കറണ്ടി വരുമോ? അപ്പോൾ പറയൂ ലാൽകൃഷ്ണൻ, വിവരങ്ങൾ. ഈ ആന പോകുന്ന പോക്ക് എനിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. എന്തോ തേടി പോകുന്ന പോലുള്ള ഒരു പോക്കാണ്. പറയൂ ലാൽകൃഷ്ണൻ. ഈ അടുത്ത മേഖലയിലൊന്നും കാടില്ല എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ ഈ ആനകൾ എവിടെ നിന്ന് വന്നു എന്നൊരു ആശങ്ക ഈ മേഖലയിലുള്ള എല്ലാവർക്കും ഉണ്ട്. കഴിഞ്ഞ ദിവസം അതായത് ഒരു രാത്രി 11 മണിയോടുകൂടി എത്തി പിറ്റേന്ന് ഉച്ച വരെ ഈ മേഖലകളിൽ മുഴുവൻ നാശം വിതച്ചിട്ടാണ് ആനകൾ പോയത്. നമ്മൾ നിൽക്കുന്ന പ്രദേശത്ത് അതിൻ്റേതായ എല്ലാ പാടുകളും കാണാം. അതായത് ഈ കാർഷിക മേഖലയാണ് ഈ കടവൂർ മേഖല എന്ന് പറയുന്നത്. പൈനാപ്പിള്, വാഴ, അതോടൊപ്പം തന്നെ ചെറുകിട കൃഷികളെല്ലാം തന്നെയുള്ള പ്രദേശം. ഈ പ്രദേശത്താണ് വ്യാപകമായ ഒരു കൃഷിനാശം ഉണ്ടാക്കിയത്. ഇതൊരു ആനയുടെ കാൽവട്ടം വന്നു പോയതിൻ്റെ ബാക്കി പത്രമാണ്. ഈ നാട്ടുകാർ മുഴുവൻ ഉറക്കമുളച്ച് ഒരു രാത്രിയും ഒരു പകലും ഈ ആനയുടെ പിന്നാലെ നടന്ന് അതിനെ വിരട്ടി ഓടിച്ച് കാട്ടിലേക്ക് കയറ്റുന്ന അവസ്ഥയായിരുന്നു. നിങ്ങൾ ഈ പ്രദേശത്ത് താമസിക്കുന്നുണ്ടെങ്കിലും ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇവിടെ ആന വരുന്നത്. ഇത് ചരിത്രം ആദ്യമായിട്ടാണ് ഈ ജനവാസ മേഖലയിലേക്ക് ആന ഇറങ്ങുന്നത്. ഇതുവരെ അങ്ങനെ ആന ഇറങ്ങിയിട്ടില്ല. ആന ഇവിടുന്ന് ഒരു 2-3 കിലോമീറ്റർ അപ്പുറം 1 വർഷം 2 വർഷമായിട്ട് വരാറുണ്ട് സ്ഥിരം. പക്ഷേ ഈ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാറില്ലായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നതുകൊണ്ട് ആരും അത് ശ്രദ്ധിച്ചിട്ടില്ല. അപ്പോൾ പെട്ടെന്ന് ഇത് വന്ന് റോഡ് ക്രോസ് ചെയ്ത് ഈ സൈഡിലേക്ക് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയത് കഴിഞ്ഞ ദിവസമാണ് 2 ആന. അത് രാത്രി 11 മണിക്ക് വന്ന് ഇതിലെല്ലാം കൃഷി നശിപ്പിച്ച് ഇതിൽ പോയി ജനങ്ങൾക്ക് ആകെ ഭീതി പരത്തി. എല്ലാം ഭയങ്കര ഭീതിയിലാണ് ജനങ്ങളെല്ലാം ആദ്യമായിട്ട് വരുന്നത് കൊണ്ട്. സ്വാഭാവികമായിട്ട് ഒരു കൃഷിസ്ഥലമായതുകൊണ്ട് ഇനി ആന വരാനുള്ള സാധ്യത നിങ്ങൾ കാണുന്നു? ആന വരാൻ സാധ്യത കാണുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്തെങ്കിലും കിട്ടണമെന്നാണ് നോക്കി ആനനെ ഓടിച്ചു വിടണം, അപ്പുറം കടത്തി വിടണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. വലിയ കനാലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അത് നിസ്സാരമായിട്ട് ചാടിയാണ് ആനകൾ പോകുന്നത്. അതെ. പേടിക്കണം. തീർച്ചയായിട്ടും ആളുകൾ ഭീതിയിലാണ്. കാര്യം 2-3 വർഷങ്ങളായിട്ട് ആന കാട്ടിലുണ്ടെങ്കിലും ആദ്യമായിട്ട് ഇങ്ങോട്ടാണ് വരുന്നത്. അടുത്ത് കാടുണ്ടോ? ഇല്ല, ഒരു 4-5 കിലോമീറ്റർ അപ്പുറമാണ് ഇവിടുന്ന് ഏകദേശം. ഇത് നിങ്ങൾ ചെറുപ്പത്തിലോ എപ്പോഴെങ്കിലും ഇവിടെ പണ്ടെങ്ങാനും ആന വന്നതായിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജീവി വന്നിട്ട് കേട്ടിട്ടുണ്ടോ? ഇല്ല, ആനയൊന്നും ഇതിൽ വന്നിട്ടില്ല. ഇവിടുന്നൊരു 2 കിലോമീറ്റർ ഒക്കെ അപ്പോൾ കുരങ്ങന്മാർ വന്നിട്ടുള്ളൂ. ആന ആദ്യമായിട്ട് വരുന്നുണ്ട്. ഈ പറഞ്ഞ പോലെയാണ് 2-3 കൊല്ലം മുമ്പ് എങ്ങാണ്ട് ഒരു കുരങ്ങനെങ്ങാണ്ട് വന്ന് പോയൊരു വഴിയാണ് ഇവിടെയാണ് ഇപ്പോൾ ആന വന്നിരിക്കുന്നത്. ഈ പാടുകൾ കണ്ടാൽ നമുക്കറിയാം ഇത് എന്നാ വലിയ പാടത്. ഇതിൽ കൂടെയാണ് കാട്ടാന വന്നു പോയത്. അതായത് കൃഷിഭൂമിയിലൂടെ വന്നിറങ്ങി ഇവിടെ രാത്രി ഒരു 2 മണി 3 മണിയോട് കൂടിയാണ് ഇതിലെ പാഞ്ഞു പോകുന്നത്. വലിയ കിടങ്ങുകളും തോടുകളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും അതെല്ലാം വളരെ നിസ്സാരമായിട്ട് കടന്നുകൊണ്ട് ആന കടന്നു പോവുകയായിരുന്നു. ഈ കാണുന്ന പോലെ റംബൂട്ടാൻ, കൈതച്ചക്ക, തെങ്ങ്, കവുങ്ങ്, വാഴ, റബ്ബർ പോലുള്ള കൃഷി നടക്കുന്ന ഒരു മേഖലയാണ് ഇവിടം. ഈ 2-3 കിലോമീറ്റർ അപ്പുറത്താണ് ആകെ ഒരു കാടുള്ളത്. ആ മേഖലയിൽ നിന്ന് ആന ഇവിടം വരെ എത്തി തിരികെ വീണ്ടും ജനവാസ മേഖലയിലൂടെ സഞ്ചരിച്ച് ആളുകൾ ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാക്കിയതിന് പിന്നാലെയാണ് ഉച്ചയോടുകൂടി, അതായത് രാത്രി 11 മണിയോടുകൂടി വന്നിട്ട് പിറ്റേ ദിവസം ഉച്ചയോടുകൂടിയാണ് ഈ ആനയെ കാട് കയറ്റാൻ കഴിഞ്ഞത് എന്നുള്ളത് തന്നെയാണ് ആളുകളുടെ ഒരു ഭീതി. സ്വാഭാവികമായിട്ടും 2 ആന മാത്രമേ വന്നിട്ടുള്ളൂ എങ്കിൽ പോലും ഈ പ്രദേശത്തേക്ക് ഇത്രയും കൃഷിയിടങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഇനിയും ആന വരാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഫെൻസിങ് അടക്കമുള്ള സംവിധാനങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് ഈ മേഖലയെ സംരക്ഷിക്കാനുള്ള എന്തെങ്കിലും നടപടി വേണം എന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം. താങ്ക് യു. ലാൽകൃഷ്ണനാണ് കടവൂരിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത്. എന്തായാലും ഈ ജനങ്ങൾ അധിവസിക്കുന്ന പ്രദേശങ്ങളിലേക്കൊക്കെ തന്നെ ഇറങ്ങി വരികയാണ്. ഇപ്പോൾ ഇന്നലെ ആന വന്ന ദൃശ്യമാണ് കാണുന്നത്. ഏതാണ്ട് വെളുപ്പിന് 2:33 ആണെന്ന് തോന്നി ഈ ആന അവിടെ വന്നത്. വീട്ടിൻ്റെ തൊട്ട് മുമ്പിലാണ് ഈ ആന നിൽക്കുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ വീട്ടിൽ കിടന്ന് ഉറങ്ങുമ്പോൾ നമ്മൾ ഇനി വാതിൽ തട്ടിയാൽ തുറക്കരുത്, മുമ്പിൽ ആന നിൽക്കുന്നുണ്ടാവും. അതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥയെന്ന് പറയുന്നത്.